മാതാപിതാക്കളെയും സഹോദരി സഹോദരിമാരെയും 50 ദിവസത്തെ നോമ്പിന്റെ സമാപനമായി ഈസ്റ്റർ തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ബലിയർപ്പിക്കാനായിട്ട് ഒരുമിച്ച് കൂടി ഒരുക്കുമ്പോൾ ഏറ്റവും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ബലിയർപ്പിക്കാനായിട്ട് നമ്മൾ അനുസരിക്കും.
പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥിതനാം താരാണി നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗ്ഗത്തിൻ മധുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളീരണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരുമാറും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായേ, മരണത്തെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്ത നിന്റെ അനന്തമായ കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. നിന്റെ ഉദ്ധാന രഹസ്യം ആഘോഷിക്കുന്നതിനും അതിന്റെ ദിവ്യഫലങ്ങൾ അനുഭവിക്കുന്നതിനും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്നും മോചിതരും പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രരുമായി ഉദ്ധാനത്തിന്റെ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഈ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതാപൂർവ്വം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സൈന്യങ്ങൾ തന്നതിനാഥൻ നമ്മോടൊത്തു വസിക്കുന്നു. യാക്കോബിൻ ബലമാം ദൈവം ഓർക്കുവിൻ നമ്മോടെ അവലംബം. ഘോഷങ്ങൾ മുഴക്കിടുവിൻ. തിരുസന്നിധിയിൽ ജനതകളേ ആരാധനമുയരട്ടെ. ദൈവത്തിൻ തിരുഭവനത്തിൽ ദൈവസ്തുതികൾ പാടിടുവിൻ. സ്തോത്രം ചെയ്തു പുകഴ്ത്തിടുവിൻ. കീർത്തനഗീതം മീട്ടിടുവിൻ. നമ്മുടെ രാജാവല്ലോ. ഭൂമിക്കെല്ലാം അധിപനവൻ അവനായി ദൈവം പാടുക നാം. ദൈവം ജനതയ്ക്കധിനാഥൻ സിംഹാസനമതിൽ വാഴുന്നു. ഉന്നതമവരുടെ പുണ്യഗീ
മുഴുവൻ സന്തോഷം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ പിതാവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. പാടിടുവിൻ, സർവ്വമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സുബേരനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ും
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമായ പരിശുദ്ധ സുവിശേഷം അധ്യായം 28 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദലന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അവൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവന്റെ രൂപം മിന്നൽ പിണർ പോലെയായിരുന്നു, വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും. അവനെ കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറവുകൊണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളിച്ചതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. We
ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ തുറകളിലും മേഖലകളിലും സ്വീകരിക്കുന്നതിനായി നമുക്ക് കർത്താവിന്റെ സമാധാന ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയുടെ നവീകരണത്തിന് വേണ്ടി അങ്ങയുടെ തിരുക്കുമാരനോട് പൂർത്തിയാക്കപ്പെട്ട രക്ഷാകര പദ്ധതിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അവർദ്ധനീയമായ ഈ ദാനത്തിന് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും കർത്താവ് ഭരണം നടത്തുന്നു. ഭൂമിയെല്ലാം ആനന്ദിക്കട്ടെ, ദൈവസമൂഹങ്ങൾ സന്തോഷിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വംശമേ, ഉദ്ധാനം ചെയ്യുകയും തന്റെ ഉദ്ധാനത്താൽ എല്ലാവരെയും സന്തോഷിക്കുകയും ചെയ്ത ഈശോയിൽ ആനന്ദിക്കുകയും. മേഘവും അന്ധകാരവും അവിടുത്തെ ചുറ്റുമുണ്ട്. നീതിന്യായങ്ങളിൽ അവൻ തന്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നു. തിരുമുമ്പിൽ ജ്വലിപ്പിക്കുന്നു, വൈരികളെ അത് ധരിപ്പിക്കുന്നു. മിന്നൽ പിണറുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു. ഭൂമി അതുകൊണ്ട് വിറകൊള്ളുന്നു. ആകാശം ദൈവനീതിയെ പ്രഘോഷിക്കുന്നു. ജനപദങ്ങൾ ദിവ്യമഹത്വം ദർശിക്കുന്നു. സിംഹിയോനിതെല്ലാം ശ്രവിക്കട്ടെ, അവൾ ആനന്ദഭരിതയാകട്ടെ. യൂദായുടെ പുത്രിമാർ സന്തോഷിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർ തിന്മയെ ദ്വേഷിക്കുന്നു. ഭക്തരുടെ ജീവനെ ദൈവം പരിപാലിക്കുന്നു. ദുഷ്ടന്മാരിൽ നിന്ന് അവരെ രക്ഷിക്കുന്നു. നീതിമാന്മാർക്ക് പ്രകാശം പതിച്ചു, പരമാത്മാവിലേക്ക് ആഹ്ലാദമുണ്ടായി. നീതിമാന്മാർ കർത്താവിൽ ആനന്ദിക്കട്ടെ, അവന്റെ വിശുദ്ധ സ്മരണയെ പുകഴ്ത്തട്ടെ. കർത്താവ് ഭരണം നടത്തുന്നു, ഭൂമിയെല്ലാം ആനന്ദിക്കട്ടെ, ദീപസമൂഹങ്ങൾ സന്തോഷിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേക്കും ആമേൻ. ആദത്തിന്റെ മഹത്വീകൃതമായ വംശമേ, ഉദ്ധാനം ചെയ്യുകയും തന്റെ ഉദ്ധാനത്താൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ചെയ്ത ഈശോയിൽ നിങ്ങൾ ആനന്ദിക്കുവിൻ. സമാധാനം നിങ്ങളോടുകൂടെ. ആശീർവാദ പ്രാർത്ഥനകൾ കരങ്ങൾ കൂട്ടിപ്പിടിച്ച് ആശീർവാദങ്ങൾ സ്വീകരിക്കാം. കർത്താവേ, നിന്റെ വിശുദ്ധ ജനത്തെ ആശീർവദിക്കുകയും നിന്റെ സമാധാനം അവരിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, ആശീർവദിക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയെ ആശീർവദിക്കുകയും അതിൽ സമാധാനം നിലനിർത്തുകയും ചെയ്യണമേ. സാർവത്രിക സഭയുടെ തലവനായ മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ സഭയിലെ മെത്രാന്മാരെയും
സംരക്ഷിക്കുകയും അവർക്ക് ഏൽപ്പിക്കപ്പെട്ട സഭകളെ സമാധാനത്തിൽ നയിക്കുവാൻ ശക്തരാക്കുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ പുരോഹിതന്മാരെയും സംശാനമാരെയും മറ്റു ശുശ്രൂഷകളെയും സന്യസ്തരെയും പ്രേക്ഷിതരംഗങ്ങളിൽ സേവനം ചെയ്യുന്ന മിഷണറിമാരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ വിശദീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, വയോധികർ, മാതാപിതാക്കൾ, യുവജനങ്ങൾ, കുട്ടികൾ, മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരെയും ഞങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നവരെയും ആശീർവദിക്കുകയും സമാധാനത്തിൽ ഒന്നിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളെയും സാമൂഹിക പ്രവർത്തകർ, ആതുര ശുശ്രൂഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയ എല്ലാവരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ നയിക്കുകയും ചെയ്യണമേ. കർത്താവേ, എല്ലാ വിദൂരസ്ഥരെയും, ദരിദ്രർ, സമ്പന്നർ, കർഷകർ, തൊഴിലാളികൾ, വ്യാപാരികൾ, വ്യവസായികൾ എന്നിവരെയും ആശീർവദിക്കുകയും സമാധാനത്തിൽ അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവേ, രോഗികളെയും പീഡിതരെയും മർദ്ദിതരെയും ക്ലേശിതരെയും ദുഃഖിതരെയും ശാരീരികവും മാനസികവുമായി വേദനിക്കുന്നവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ ആശ്വസിക്കുകയും ചെയ്യണമേ. കർത്താവേ, പ്രപഞ്ചത്തെയും അതിലെ ജീവജാലങ്ങളെയും സസ്യലതാദികളെയും ആശീർവദിക്കുകയും അവയെ സമാധാനത്തിൽ പരിപോഷിക്കുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ തിരുനാളുകൾ സമാധാനത്തിൽ ആഘോഷിക്കുന്നതിനായി എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളെയും ആശീർവദിക്കണമേ. വ്യക്തിഗതമായ പ്രാർത്ഥനകളും കർത്താവിന്റെ ആശീർവാദം ആവശ്യമുള്ള മേഖലകളെയും നമുക്ക് നിമിഷം സഹായിച്ചു പ്രാർത്ഥിക്കാം. സമാധാനദാതാവായ മിശിഹായേ, രഹസ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും ഉപമകളും പൂർണ്ണമായി വ്യക്തമാക്കപ്പെടുന്ന യുഗാന്തത്തിലെ ആ പൊതു ഉയർപ്പ് ദിനത്തിൽ ആഹ്ലാദിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അവിടെ നിന്റെ അവകാശത്തിൽ പങ്കുചേരുന്നതിനും നീ വഴിയായി പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നതിനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ ഈ സമൂഹത്തിലും ഇന്ന് നിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ സമൂഹങ്ങളിലും ലോകം മുഴുവനിലും നിന്റെ അനുഗ്രഹവും സമാധാനവും നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവാംഗികയെയും മാറിയോസേഫിനെയും സാദരമൂർത്തിയാ പാവനമീ ബലി. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രഭാതം സഹവാസവുമേ നമ്മോടും ഉണ്ടാകട്ടെ. ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനമായ വംശമേ, ഉദ്ധാനം ചെയ്യുകയും തന്റെ ഉദ്ധാനത്താൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഈശോയെ ആരാധിക്കുകയും. മേഘവും അന്ധകാരവും അവിടുത്തെ ചുറ്റുമുണ്ട്, നീതിന്യായങ്ങളിൽ അവൻ തന്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നു. മിന്നൽ പിണറുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു, ഭൂമി അതുകൊണ്ട് വിറകൊള്ളുന്നു. അർപ്പണത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. കുരിശിലെ തന്റെ രക്തത്താൽ സ്വർഗത്തെയും ഭൂമിയെയും രമ്യതപ്പെടുത്തി ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അവിടുത്തെ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ഞങ്ങളെ നവീകരിക്കുവാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു.
നിന്റെ വിശുദ്ധ സ്നേഹന്മാരോടുകൂടെ മഹനീയവും പരിശുദ്ധവും ദൈവികവുമായ രഹസ്യം ഈശോ പരികർമ്മം ചെയ്തു. തന്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകി അവിടുന്ന് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി ലോകത്തിന്റെ ജീവന് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചുകൂടുമോ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എപ്പോഴും പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കൂടി. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെയും ഈ കുർബാനയുടെയും മേൽ ഇറങ്ങി വസിക്കട്ടെ. ഈ അപ്പത്തിലും ഈ കാസയിലും അവിടുന്ന് അധിവസിച്ച് ഇവയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും മുദ്രിതമാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഈ അപ്പവും കാസയും മിശിഹായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ. സത്യവിശ്വാസത്തോടെ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇവ കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയും ആത്മാവിന്റെയും ശരീരത്തിന്റെയും രക്ഷയ്ക്കും നിത്യ മഹത്വത്തിനും കാരണമാകട്ടെ. നിത്യകൽപ്പനകൾക്ക് അനുസൃതം വ്യാപരിച്ചങ്ങയെ പ്രസാദിപ്പിച്ച എല്ലാവരോടുമൊപ്പം സ്വർഗരാജ്യത്തിൽ നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ കർത്താവ് യേശു മിശിഹായുടെ കൃപയാൽ ഞങ്ങളേവരും യോഗ്യരാകട്ടെ. കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. ലോകരക്ഷകനായ മിശിഹ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാ സ്വർഗ്ഗത്തിൽ അദൃശ്യനായ പിതാവിന്റെ വലത്തുഭാഗത്ത് അവനുപുഷ്ടനായിരിക്കുന്നു. നമ്മുടെ കർത്താവ് തന്റെ ശരീരരക്തങ്ങൾ നമുക്ക് പ്രദാനം ചെയ്തുവല്ലോ. അവിടുത്തെ മരണത്തിന്റെയും ഉയർപ്പിന്റെയും ദിവ്യരഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാം. നമുക്കൊന്ന് ചേർന്ന് സകലത്തിന്റെയും നാഥനായ പിതാവ് പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുസന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉദ്ധാനത്തിന് അച്ചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിന് നൽകിയ മഹത്വത്തെ ഓർത്ത്
സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരോട് കൂടി അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവംശത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ കുർബാന വഴി ഉദ്ധാനത്തിന്റെ രഹസ്യത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കി തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തമായ കാരുണ്യത്തിന് എന്നും നന്ദി പ്രകാശിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ദൈവം നമ്മെ വിളിച്ചല്ലോ, അക്ഷയ സൗഭാഗ്യമാക്കിയ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും, മാനവനിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാം. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ, ദൈവം നാഥനരുൾ ചെയ്തു. അരുളിയപ്പോഴും നീബലിയിൽ പങ്കാളികളാമകിലക്കും ദൈവം കനിവാരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിതപാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയുടെ ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Thank you.
പൊതിഞ്ഞു പിടിക്കണമേ. തിന്മ കാണാതെ കാക്കണമേ. ഈശോവിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോവിൻ നിലവിളിക്കുള്ളിൽ, ഈശോവിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോവിൻ നിലവിളിക്കുള്ളിൽ, ഈശോയിനെ ഞാൻ കാണുമ്പോഴെങ്ങുള്ള ശൂന്യതമാകും. ഈശോയിനെ എന്നിൽ വാഴുമ്പോഴെങ്ങുള്ള സ്വർഗ്ഗമായി തീരും. ദൂഷിതനെ ഉദ്ധിതനെ മധ്യനെ കാത്തിടണേ. ഈ പച്ചവെള്ളം